എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ. ഒരു ഒഴിച്ചു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള ഒന്നോ രണ്ടോ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതാ ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും അതുപോലെ തന്നെ ഒരു പപ്പടവും മാത്രം മതി ഉണ്ണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കറിയിൽ നമ്മൾ പച്ചക്കറി ഒന്നും ഉപയോഗിക്കുന്നില്ല. പച്ചമുളക് മാത്രം വെച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത്. എല്ലാവരും ഒരുപക്ഷെ തയ്യാറാക്കുന്ന കറിയായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ മണ്ഡലകാലം അങ്ങ് തുടങ്ങുകയായി അല്ലേ. അപ്പോൾ ഇനി നമ്മൾ വ്രതമൊക്കെ എടുക്കുന്നവർക്ക് വെജിറ്റേറിയൻ ഫുഡ് തന്നെ വേണം. മീനൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ പച്ചക്കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ ദിവസവും ഓരോ കറി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്തും നമുക്കിതാ പച്ചമുളകൊക്കെ വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. വെറും 3-4 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പച്ചമുളക് ഇതുപോലെ ഓരോന്നും ഞെട്ട് കളഞ്ഞിട്ട് നമ്മൾ നടുവേ ഒന്ന് കീറി കൊടുക്കുക. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പച്ചമുളകാണ് കേട്ടോ. നല്ല ഫ്രഷ് പച്ചമുളകാണ്. അപ്പോൾ ചെറുതാണെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്തേക്ക് ഒരു ഉപ്പും അതുപോലെ തന്നെ പുളിയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നടുവേ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും തൈരുമാണ് ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത്. തൈര് എടുക്കുമ്പം അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തൈര് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനായിട്ട് നല്ലൊരു മൺചട്ടി വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കറിക്ക് ഒരു നാടൻ കറിയല്ലേ, അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് പച്ചമുളക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര പച്ചമുളക് എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണമല്ലോ. അപ്പോൾ നമ്മുടെ നെടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത പച്ചമുളക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്കത് ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ഞാൻ എന്നും പറയാറുള്ളതാണ്, ഓൾ എന്ന ഓപ്ഷനും കൂടി കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതായത് ഇപ്പോൾ എരിവുള്ള പച്ചമുളകാണ്, ഇങ്ങനെ ഈ പച്ചമുളക് കറി കഴിക്കുന്ന ഒന്നുള്ള ആലോചന വേണ്ട കേട്ടോ. ഒരു എരിവൊന്നും ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കി കഴിയുമ്പം. നമ്മൾ എക്സ്ട്രാ ഇനിയും മുളക് പൊടി ഇതിനകത്തേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലേ ഇതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രാവശ്യം കഴിച്ചവർക്ക് അറിയാം ഇത് അത്ര നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണെന്ന്. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പച്ചമുളക് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് ഒന്ന് അതങ്ങ് വിടർന്നു പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 അരികളൊക്കെ ഇതിനകത്തേക്ക് വീണിട്ടുണ്ട്. മുളകിൻ്റെ അരി, അതൊന്നും കുഴപ്പമില്ല, അതിനകത്ത് തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മളതിനകത്തേക്ക് സാധാരണ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1-2 വറ്റൽ മുളകുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മുളക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മോര് കാച്ചൂല്ലേ, അതേ ഒരു രീതിയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഇത്തിരിയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. കാരണം അതിനകത്താണെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ ഇതിലതൊന്നും ചെയ്യുന്നില്ല. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ കറിക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 വെളുത്തുള്ളി. ഒരുപാടായി പോകരുത് കേട്ടോ. വെളുത്തുള്ളി അധികം ആവരുത്. 1-2 അല്ലി മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ചെറിയുള്ളി. ഇപ്പോൾ ഞാനൊരു 4 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഒരുപാടായി പോകരുത്. കാരണം ഈ കറിയുടെ ടേസ്റ്റ് വെളുത്തുള്ളി അങ്ങ് ആ ഫ്ലേവർ ജാസ്തി നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക.
ചോറിന് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കാരണം ആ പച്ചമുളക് ഉണ്ടല്ലോ, അത് നമ്മുടെ ചോറിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഉടച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്, നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. കാരണം ഇത് ഒത്തിരി ഒരു മഞ്ഞ കളറിലല്ല ഇരിക്കുന്നത്, നമ്മൾ മോര് കാച്ചതെടുക്കുന്നത് പോലെയല്ല എടുക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂണിലേക്കാളും ചെറുതായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒന്നാണ് കായത്തിൻ്റെ പൊടി. അപ്പോൾ കായപ്പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നിങ്ങൾ കാണുമ്പോൾ അറിയാം. നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം ഈ കായത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കണം നമ്മുടെ ഈ കറിയിലൊന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് മോര് കാച്ചുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു കറിയാണെന്ന്. കാരണം ഈ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിൻ്റെ അകത്തേക്ക് കായത്തിൻ്റെയും അതുപോലെ തന്നെ തൈര് ചേർക്കുമല്ലോ, അതിൻ്റെ ഒരു പുളിയൊക്കെ അതിനകത്തേക്ക് പിടിച്ച് ഒരു 3-4 മണിക്കൂർ നമ്മുടെ ഈ കറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് ആ പച്ചമുളകൊക്കെ കൂട്ടി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് കായം ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മളിത് തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ തൈര് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക. അത്യാവശ്യം നമ്മൾ മോര് കാച്ചുമ്പോൾ എടുക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി തന്നെ മതി. ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇത് നമുക്ക് 2 ദിവസമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേടാവുമൊന്നുമില്ല. കാരണം നാളികേരമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കറിയായിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് ഒരു ഒഴിച്ചു കറിയും പിന്നെ ഒരു മെഴുക്കുവരട്ടിയും കൂടി മതിയല്ലോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കറിയാണ്. ഇനി അധികം നേരം തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിക്കാതെ ചെറിയ ചൂടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്തതല്ലേ. ഇനി നമ്മളിതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈ ആക്കി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇനി ഒത്തിരി തിളപ്പിക്കരുത്. തൈര് ചേർത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പിരിഞ്ഞു പോവും. അപ്പം ഞാൻ എന്താ മുളകും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് ചേർത്തിട്ട് ഇത് നമ്മൾ പെട്ടെന്ന് വിളമ്പരുത് കേട്ടോ ചോറിനകത്തേക്ക്. കാരണം ആ പച്ചമുളകിനകത്തേക്ക് നമ്മുടെ ഈ കായത്തിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും തൈരിലേക്കല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണം നമ്മുടെ ഈ മുളകിലേക്ക്. അപ്പോഴാണ് നമുക്ക് ആ മുളക് കഴിക്കാനായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ തൈരിൽ ചേർത്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ തൈരിൽ ഇടില്ല വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. കുട്ടികൾക്കുമൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ കറി. കാരണം പച്ചമുളകല്ലേ, നല്ല എരിവുണ്ടാവുന്നൊന്നും ആരും കരുതണ്ട. എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പച്ചമുളകിൻ്റെ എരിവെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്